ഇത് ഏറ്റവും വലിയ ഒരു മത്സര പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ മത്സര പരീക്ഷയിലെ ഉള്ളടക്കത്തിൻ്റെ ഭാഗമായി അതിനുവേണ്ടി പഠിക്കുന്ന നമ്മളിലേക്ക് എത്തിച്ചേർന്ന ജീവിത ദർശനങ്ങൾ കൂടി അതുപോലെ തന്നെ കാലാനുസൃതമായ ഒരു മത്സരം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഈ മത്സര പരീക്ഷകളിലൂടെ തന്നെയാണ് നമ്മളെ കുട്ടികളൊക്കെ തന്നെ വ്യക്തിത്വ വികാസങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ഒരുപക്ഷെ അത് മത്സരമായി പോയെങ്കിൽ മത്സരത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, മറിച്ച് ഏറ്റവും വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരാനും കാലാനുസൃതമായ ലോകത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും മാറ്റങ്ങളും എല്ലാ ദർശനങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, നമുക്കറിയാം മനുഷ്യർക്കെപ്പം ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ യാത്ര, അത് കേരളത്തിൻ്റെ പിടിച്ച് ഉലക്കിക്കൊണ്ട് കേരള മനുഷ്യ മനസ്സിലേക്ക് നമ്മൾ ആഴ്ന്നുകൊണ്ട് ചിന്തിക്കുന്ന രൂപത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങളിലൂടെയാണ് ആ യാത്ര സമാപിച്ചത്. അതിലൊക്കെ തന്നെ പറയുന്നത് നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്താണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എവിടെയാണ് മനുഷ്യൻ്റെ വേദനകളുള്ളത്, എവിടെയാണ് ഒരു മനുഷ്യന് സഹായകരമായി എത്തിച്ചേരേണ്ടത്, അത്തരം സന്ദർഭങ്ങളിലെല്ലാം എല്ലാവരും ഉണ്ടാകണം എന്ന ഒറ്റ നിർദ്ദേശം ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന യാത്ര സമാപിച്ചു കഴിഞ്ഞു. അതിനെ തുടർന്നുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പല സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ പോലും വേണമെന്ന് കേരളത്തോട് ആവശ്യപ്പെട്ടത് ഈ യാത്രയിൽ മാത്രമാണ്. മറ്റെല്ലാവരും പറഞ്ഞു വെച്ചത് പല മാനേജ്മെൻറ്റ് സ്കൂളും അവരുടേതായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്താൻ വേണ്ടി സൗകര്യപ്പെടുത്തുമ്പോൾ ഈ യാത്രയിലാണ് ഇത് ഉറക്കെ പറഞ്ഞത്, പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി സെലക്ഷൻ നടത്തുകയാണെങ്കിൽ ആ തർക്കം ഉപേക്ഷിച്ചിട്ട് നമുക്ക് ആൾക്കാരെ കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജോലിയും സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങളെ കുട്ടികളെ കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ മതധർമ്മം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജോലിയിലും നമ്മുടെ എല്ലാ നിർവഹണ രംഗത്തും നമുക്ക് സത്യസന്ധത പുലർത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു സത്യാന്വേഷിയായി സത്യസന്ധതയുടെ ഉടമയായി മുന്നോട്ട് പോകുന്ന വ്യക്തിത്വ വികാസങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഇത്തരം പാഠ്യപദ്ധതികളും സ്മാർട്ട് ക്ലാസ് റൂമുകളും എല്ലാം നമ്മളെ കുട്ടികളൊക്കെ തന്നെ അത്ര കണ്ട് മെച്ചപ്പെട്ടവരാക്കുന്ന ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇനിയും നമ്മളെ ഈ സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻസും അതുപോലെ തന്നെ അവാർഡുകളൊക്കെ തന്നെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. 1, 2, 3, 4 അവാർഡിൻ്റെ തിളക്കത്തിൽ മറ്റുള്ളവർ നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്നവർ തിളങ്ങുന്നവരല്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത്, അവർ നാളെയുടെ തിളക്കമാണ്. അപ്പോൾ വീണ്ടും ഈ അവാർഡ് കുറച്ച് പേർക്ക് കൊടുക്കുകയും കുറച്ച് പേർക്ക് കിട്ടാതിരിക്കുകയും എന്ന രൂപത്തിലല്ല നമ്മൾ മത്സര പരീക്ഷ നടത്തുന്നത്. മറ്റ് ഈ ക്യൂവിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത് കുട്ടികളൊക്കെ മുന്നോട്ട് വരണം. അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ ലൈബ്രറി ഉപയോഗിക്കണം, പഠന മേഖലകൾ ഉപയോഗിക്കണം, പറ്റാവുന്നത്ര എല്ലാ പഠന വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ധന്യമാവട്ടെ എന്ന് പ്രിയപ്പെട്ട വളർത്തി വലുതാക്കുന്ന രക്ഷിതാക്കളോടും അതുപോലെ തന്നെ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് എല്ലാവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ അവാർഡ് ദാനം നൽകാനാണെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. പരിപാടി മറ്റ് ഉദ്ഘാടനങ്ങളൊക്കെ വരാനിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.